വെൽക്കം ഓൾ എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ 8-ബിറ്റ് സബ്ട്രാക്ഷൻ ഓഫ് ടു നമ്പേഴ്സ് എങ്ങനെയാണ് ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമായിട്ട് എഴുതാൻ പറ്റുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിരിക്കും. 05 - 03 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 02 കിട്ടുന്നു. സോ 05 ഒരു 8-ബിറ്റ് നമ്പറാണ്, 03 ഒരു 8-ബിറ്റ് നമ്പറാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 02 ഈസ് ആൾസോ എ 8-ബിറ്റ് നമ്പർ. നമ്മുടെ പ്രൈമറി ആയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഇൻപുട്ട് ഡേറ്റാസിനെ ഒരു എക്സ്റ്റേണൽ മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യണം. അതിനായിട്ട് 4200 4201 എന്ന് പറഞ്ഞ രണ്ട് മെമ്മറി അഡ്രസ്സാണ് ഞാൻ ഇൻപുട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് എടുത്തേക്കുന്ന ലൊക്കേഷൻ. അതുപോലെ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് 4500 എന്നുള്ള ഒരു ലൊക്കേഷനും സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇതനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാം എഴുതാനായിട്ട് പോകുന്നത്. സോ രണ്ട് ഇൻപുട്ടും രണ്ട് ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്ത് കൊടുക്കുന്നു. കിട്ടുന്ന ആൻസർ സ്റ്റോർ ചെയ്യാനായിട്ട് 4500 എന്നുള്ളൊരു മെമ്മറി ലൊക്കേഷനും സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. സോ ഫസ്റ്റ് ലൈൻ നമ്മൾ എഴുതുന്നു മൂവ് dptr, #4200 എന്ന് പറയുമ്പോൾ ഡേറ്റ പോയിൻ്റർ 4200 എന്നുള്ള മെമ്മറി അഡ്രസ്സിലേക്ക് ലൊക്കേറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ 4200-ൽ ഇതിലേത് കണ്ടൻറ്റാണ് ഞാൻ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, സബ്ട്രാക്റ്റ് ചെയ്യാൻ തന്നിരുന്ന നമ്പേഴ്സിലെ ചെറിയ നമ്പറാണ് ഞാൻ ഫസ്റ്റ് ലൊക്കേഷനിൽ കൊടുത്തത്. സെക്കൻഡ് ലൊക്കേഷനിലാണ് ആ വലിയ നമ്പർ കൊടുത്തിരുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് കിട്ടുന്ന ആൻസർ 5 - 3യുടെ ആൻസറായ 02 കിട്ടത്തുള്ളൂ. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ സബ്ട്രാക്ഷന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ സബ് ബി A,R1 ആണ്. എയിലുണ്ടായിരിക്കുന്ന വാല്യൂ വലിയ വാല്യൂ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള 5 - 3യുടെ ആൻസർ കിട്ടുന്നത്. സെക്കൻഡ് വാല്യൂ ആണ്, അതായത് ചെറിയ വാല്യൂ ആണ് നമ്മൾ R1 എന്നുള്ളൊരു രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നത്. എന്നാൽ മാത്രമേ 5 - 3യുടെ ആൻസർ നമുക്ക് കിട്ടത്തുള്ളൂ. അത് നമുക്ക് എങ്ങനെയാണെന്ന് ഇൻസ്ട്രക്ഷൻ എഴുതി വരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ കൊടുത്തു എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് 4200 എന്നുള്ള ലൊക്കേഷനിൽ ഞാൻ 03 എന്നുള്ള കണ്ടൻ്റാണ് കൊടുക്കുന്നത്. സോ 03 എന്നുള്ള ഒരു കണ്ടൻറ്റ് 4200 എന്നുള്ള ഒരു ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ ലൊക്കേഷനിൽ ഇരുന്നാൽ പോരാ, അതിനെ എനിക്ക് അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്യണം. സോ മൂവ് എക്സ് എ @dptr എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ പറയുന്ന സമയത്ത് നമ്മുടെ ഡേറ്റ പോയിൻ്റർ എന്തായിരുന്നു, 4200. അതിനകത്തുണ്ടായിരുന്ന കണ്ടൻ്റായ 03 എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്യും. എക്സ്റ്റേണൽ മെമ്മറി ലൊക്കേഷനിൽ നിന്ന് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ മൂവ് എക്സ് എന്ന് അവിടെ എന്താണ് പ്രത്യേകിച്ച് എഴുതിയിട്ടുള്ളത്. സോ മൂവ് എക്സ് എ @dptr പറഞ്ഞു. ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ മൂവ് R1, A കൊടുത്തു. എന്തിനാണ് മൂവ് R1, A കൊടുത്തതെന്ന് പറഞ്ഞാൽ, അക്യുമുലേറ്റർ ഇരിക്കുന്ന കണ്ടൻറ്റിനെ R1 എന്നുള്ള രജിസ്റ്ററിലേക്ക് ഞാൻ മാറ്റുകയാണ്. സോ ഇപ്പം R1 എന്നുള്ള രജിസ്റ്ററിൽ അക്യുമുലേറ്ററിൽ ഉണ്ടായിരുന്ന 03 എന്നുള്ള കണ്ടൻറ്റ് മൂവ് ആയിട്ടുണ്ട്. എന്തിനാണ്, നെക്സ്റ്റ് ലൊക്കേഷനിൽ ഇരിക്കുന്ന നെക്സ്റ്റ് മെമ്മറി അഡ്രസ്സിൽ നിന്ന് കണ്ടൻറ്റിനെ അക്യുമുലേറ്ററിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അക്യുമുലേറ്ററിലുണ്ടായിരുന്ന ഡേറ്റയെ മൂവ് ചെയ്ത് വേറൊരു രജിസ്റ്ററിലേക്ക് വെച്ചാൽ മാത്രമേ നമുക്ക് 4201-ൽ നിന്ന് ഡേറ്റയെ അക്യുമുലേറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ INC-DPTR എന്നൊരു ഇൻസ്ട്രക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. INC-DPTR ചെയ്യുമ്പോൾ എന്താണ്, ഡേറ്റ പോയിൻ്റർ തൊട്ട് മുന്നിൽ നിന്നത് 4200-ലായിരുന്നു. അത് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് 4201 മാറിയിട്ടുണ്ട്. അതിനകത്താണ് 05 എന്നുള്ള കണ്ടൻറ്റ് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത്. സോ 4201-ലെ 5 എന്നുള്ള വാല്യൂ ആണ് ലോഡായിരിക്കുന്നത്. ആ ലൊക്കേഷനിൽ ഇരുന്നാൽ പോരാ, അതിനെ നമുക്ക് എങ്ങോട്ടേക്ക് കൊണ്ടുവരണം, അക്യുമുലേറ്ററിലേക്ക് കൊണ്ടുവരണം. എഗെയിൻ മൂവ് എക്സ് എ @dptr എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നു. 4201 എന്നുള്ള ഡേറ്റ പോയിൻ്ററിനകത്തുണ്ടായിരുന്ന കണ്ടൻ്റായ 05 എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു, എയിലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മുടെ രണ്ട് രജിസ്റ്റർ R1-ൽ 03 എന്നുള്ള വാല്യൂ ലോഡായിട്ടുണ്ട്, അക്യുമുലേറ്ററിൽ 05 എന്നുള്ള വാല്യൂ ലോഡായിട്ടുണ്ട്. ഇനി നമുക്ക് സബ്ട്രാക്ഷൻ്റെ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാം. സോ നമുക്ക് ആ ഒരു ഇൻസ്ട്രക്ഷൻ കഴിയുന്ന സമയത്ത് സബ്ട്രാക്ഷൻ നടന്നിരിക്കും. സബ് ബി A,R1 എന്നാണ് നമ്മൾ സബ്ട്രാക്ഷൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതായത് എയിലുള്ള കണ്ടൻ്റായ 05
മൈനസ് R1നുള്ള കണ്ടൻറ്റായ 03 ആണ് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. സോ A മൈനസ് R1 ആണ് ഇവിടെ നടക്കുന്നത്. എയിലുണ്ടായിരുന്ന കണ്ടൻറ്റ് 5ഉം R1ലുണ്ടായിരുന്ന കണ്ടൻറ്റ് 3യും കൊടുത്താലായിരിക്കും നമുക്ക് 5 - 3 ചെയ്തിട്ട് 2 കിട്ടുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഫസ്റ്റ് ലൊക്കേഷനിൽ ചെറിയ നമ്പർ കൊടുത്തിരുന്നതെന്ന്. കാരണം നമുക്ക് അക്യുമുലേറ്ററിൽ വലിയ നമ്പർ ആയിരുന്നാൽ മാത്രമേ A മൈനസ് R1 ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. തിരിച്ചാണെങ്കിലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതെങ്ങനെയാണെന്ന് അടുത്തൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് 5 - 3 പ്രോപ്പറായിട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു സബ്ട്രാക്ഷൻ ചെയ്ത റിസൾട്ടായിരിക്കും ഇങ്ങനെ കൊടുത്താൽ കിട്ടുക. 5 - 3 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ അറിയാം. 02 ആണ് ആൻസർ. ഇനി ഒരു സബ്ട്രാക്ഷൻ ആണെങ്കിലും അഡിഷൻ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് എവിടെയായിരിക്കും ഉണ്ടാവുക? അക്യുമുലേറ്ററിലായിരിക്കും സ്റ്റോർ ആവുക. സോ നേരത്തെ അക്യുമുലേറ്ററിലുണ്ടായിരുന്ന ആ ഒരു വാല്യൂ പോയിട്ട് ഇപ്പോൾ സബ്ട്രാക്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടായിരിക്കും എവിടെ ഉണ്ടാവുക? അക്യുമുലേറ്ററിൽ ഉണ്ടാവുക. സോ സബ് ബി A, R1 കഴിയുമ്പോൾ അക്യുമുലേറ്ററിൽ നമുക്ക് മൈനസ് ചെയ്ത് സബ്ട്രാക്റ്റ് ചെയ്ത റിസൾട്ട് ഉണ്ടാവും. അതവിടെ ഇരുന്നാൽ പോരെ, ഒരു ഔട്ട്പുട്ട് ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യണം. സോ മൂവ് DPTR, #4500 പറയുന്നു. അതായത് 4500 എന്നുള്ളൊരു എക്സ്റ്റേണൽ മെമ്മറി ലൊക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്തേക്കുകയാണ് ഡേറ്റ പോയിൻ്ററിൽ. സോ ഇനി ആ ഒരു പറഞ്ഞ ലൊക്കേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ റിസൾട്ടിനെ മൂവ് ചെയ്യിക്കണം. സോ മൂവ് എക്സ് അറ്റ് DPTR, A എന്ന് എഴുതുമ്പോൾ എയിലുണ്ടായിരുന്ന കണ്ടൻറ്റ് എന്താണ്? നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്തതിന് ശേഷം ഉണ്ടായിരുന്ന റിസൾട്ടാണ്. സോ ആ റിസൾട്ടിനെ എങ്ങോട്ട് മാറ്റുന്നു? നമ്മുടെ ഡേറ്റ പോയിൻ്റർ എന്തായിരുന്നു സെറ്റ് ചെയ്തത്? 4500. അതിനകത്തേക്ക് ഈ ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യിച്ച് വയ്ക്കുന്നു. സോ ഇത്രയായപ്പോൾ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഷോർട്ട് ജമ്പ് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻസ് മീൻസ് നമ്മുടെ ആ ALPയെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. സോ ഇത്ര ആയപ്പോഴേക്കും ഒരു 8-bit സബ്ട്രാക്ഷൻ്റെ പ്രോഗ്രാം ഇത്രയ്ക്ക് നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് തിരിച്ച് നമുക്ക് വാല്യൂ കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ 5 - 3 നമ്മൾ ഫസ്റ്റ് ലൊക്കേഷനിൽ 5ഉം സെക്കൻഡ് ലൊക്കേഷനിൽ 3യുമാണ് കൊടുക്കാമെന്ന് വിചാരിക്കുക. സോ ഇങ്ങനെ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സബ്ട്രാക്റ്റ് ചെയ്ത റിസൾട്ട് കിട്ടും. ബട്ട് 3 - 5ൻ്റെ സബ്ട്രാക്റ്റ് ചെയ്ത റിസൾട്ടായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ നമുക്കതൊരു സെക്കൻഡ് എക്സാമ്പിളായിട്ട് നോക്കാം. ഫസ്റ്റ് ഇരിക്കുന്ന ലൊക്കേഷനിൽ 05 എന്നുള്ളൊരു വാല്യൂ ഞാൻ കൊടുത്തു. ഓക്കെ, നമ്മളിപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിൾ എഴുതുക. ഫസ്റ്റ് ലൊക്കേഷനിൽ 05 എന്നുള്ള വാല്യൂ കൊടുത്തു. അത് നമ്മൾ അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്തു. ആ വാല്യൂ തന്നെ നമ്മൾ R1ലേക്ക് കോപ്പി ചെയ്തു. അടുത്ത ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ 4201 വന്നു. ആ ലൊക്കേഷനിലേക്ക് 03 എന്നുള്ളൊരു വാല്യൂ കൊടുത്തിരിക്കുക. അത് കഴിയുമ്പോൾ എയിലേക്ക് അതിനെ മൂവ് ചെയ്യിച്ചു. ഇനി ഇവിടെ എന്താണ് നടക്കുന്നത്? A - R1 ആണ് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് പ്രസൻ്റായിട്ട് എന്താണ്? അക്യുമുലേറ്ററിൽ 03 എന്നുള്ള വാല്യൂവും R1ൽ 05 എന്നുള്ള വാല്യൂ ആണ് സ്റ്റോർ ആയിരിക്കുക. സോ ഇങ്ങനെ സബ് ബി A, R1 ചെയ്യുമ്പോൾ 03 - 5 എന്നുള്ള ഒരു സബ്ട്രാക്ഷൻ ആയിരിക്കും ഇവിടെ നടക്കുക. അപ്പോൾ 03 - 5 ചെയ്യുമ്പോൾ എന്താണ് ആൻസർ കിട്ടുക എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാലായിരിക്കും നമുക്ക് റിസൾട്ട് കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റുക. 03നെ സ്പ്ലിറ്റ് ചെയ്ത് 0001 എന്ന് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ 05നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ബൈനറിയിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. രണ്ട് ബൈനറി നമ്പേഴ്സിനെ നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? സെക്കൻഡ് നമ്പറിൻ്റെ 2's കോംപ്ലിമെൻ്റ് എടുത്തിട്ട് ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്ത് കൊടുത്താലായിരിക്കും നമുക്ക് ഈ സബ്ട്രാക്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വാല്യൂസ് ഹെക്സിലാണ് കിറ്റ് എടുക്കുന്നത്, ഔട്ട്പുട്ടും ഹെക്സിലാണ്. സോ നമ്മൾ ആ ഹെക്സിൻ്റെ കൺവെർഷൻ ബൈനറിയിലാക്കിയിട്ട് ചെയ്ത് നോക്കുവാണ് റിസൾട്ട് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട്. അഡിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് നമ്പറിൻ്റെ 1's കോംപ്ലിമെൻ്റ് എടുത്തു. 1's കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2's കോംപ്ലിമെൻറ്റ് കിട്ടുമെന്ന് അറിയാം. സോ സെക്കൻഡ് നമ്പറിൻ്റെ 2's കോംപ്ലിമെൻറ്റ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഈ 2's കോംപ്ലിമെൻറ്റിനെ ആ ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ഈ രണ്ട് നമ്പറും സബ്ട്രാക്റ്റ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും.
സോ നമ്മൾ സെക്കൻഡ് നമ്പറിൻ്റെ എന്തെടുത്തിട്ടുണ്ട്, 2's കോംപ്ലിമെൻ്റ് എടുത്തു. ഈ 2's കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ ഫസ്റ്റ് നമ്പർ എന്താണ് നമുക്കുണ്ടായിരുന്ന 0000011 എന്നുള്ള നമ്പർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതിൻ്റെ കൂടെ 2's കോംപ്ലിമെൻറ്റ് സെക്കൻഡ് നമ്പറിൻ്റെ 2's കോംപ്ലിമെൻറ്റ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്യുന്നു. നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും. 1 + 1 0, 0 വിത്ത് ക്യാരി 1, 3 1 കൂടി ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടുന്നുണ്ട്. അഗെയിൻ ക്യാരി 1 വരുന്നുണ്ട്. 0 + 1 1. ഇനി ഇത് ഫുള്ള് നമുക്ക് 1 ആയിട്ട് കിട്ടും. ഈ ബൈനറി നമ്പറിനെ നമ്മൾ തിരിച്ച് ഹെക്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് 15ഉം 14ഉമായിട്ട് നിൽക്കുകയാണ്. 15 നമുക്ക് F എന്നും 14 നമുക്ക് E എന്നും ഹെക്സിലേക്ക് എഴുതാൻ പറ്റും. സോ FE എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അതായത് 3 - 5 ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 ഒരു ഹെക്സ് നമ്പറാണ്, 5 ഒരു ഹെക്സ് നമ്പറാണ്. കിട്ടിയ ആൻസർ FE ഒരു ഹെക്സ് നമ്പറാണ്. ഈ ഹെക്സിൻ്റെ കൺവേർഷൻ ചെയ്യാനായിട്ട് നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ഹെക്സിലേക്ക് എടുക്കുകയാണ് ചെയ്തത്. അഡിഷൻ്റെ പ്രോഗ്രാം നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ കൺവേർഷൻ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മളൊരു പ്രോഗ്രാം എഴുതുന്നത്. സോ 3 - 5 ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ കിട്ടുന്ന ആൻസറിനെ നമ്മളിങ്ങനെ കണ്ടുപിടിക്കുക. ഓക്കെ, 5 - 3 ആയാലും 3 - 5 ആയാലും എന്തായാലും ഈ സബ്ട്രാക്ഷൻ്റെ ആ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. പക്ഷേ കിട്ടുന്ന ആൻസർ കറക്റ്റാണോ എന്ന് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി വയ്ക്കുക. ഇങ്ങനെയാണ് ഒരു സബ്ട്രാക്ഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു 8 ബിറ്റ് സബ്ട്രാക്ഷൻ്റെ പ്രോഗ്രാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വേറെ എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്ട്രാക്ഷൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏത് 8 ബിറ്റ് നമ്പർ ആണെങ്കിലും ഒരു എക്സാമ്പിളിന് 99 - 90 ചെയ്താലും നമുക്ക് ആൻസർ ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് കിട്ടും. സോ അത് നിങ്ങൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തു ഹെക്സ് ആക്കി വെച്ചിട്ട് ആൻസർ കറക്റ്റാണോ കിട്ടുന്നതെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. ഇതെങ്ങനെയാണ് നമുക്ക് കിറ്റിനകത്ത് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ ആ ഒരു ഡിഫറൻസ് പ്രോഗ്രാം ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും.